ജമ്മു കാശ്മീർ ബോർഡർ എത്തുന്നതിൻ്റെ ഒരു 3 ദിവസം മുന്നേ നമുക്കൊരു ഗുരുദ്വാര കുറച്ച് ഹൈറ്റ് ഉള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ നമുക്കൊരു സ്റ്റേ കിട്ടി. അപ്പോൾ ആള് പറഞ്ഞ് ഈ ഉന്തുവണ്ടി നിങ്ങൾ മുകളിൽ എടുത്തുകൊണ്ട് വെച്ചോ, അതാണ് നിങ്ങൾക്ക് കുറച്ചുകൂടെ സേഫ്, ഇവിടെ പണിയൊക്കെ നടക്കണ കാരണം സേഫ് അല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ 4 ആളും കൂടെ ഇത് പൊക്കാണ്. അപ്പോൾ ഇത് ഓൾറെഡി നല്ല ഉന്തുവണ്ടി നല്ല വെയിറ്റ് ഉണ്ട്, ഏകദേശം ഒരു 82-83 കിലോയുടെ അടുത്ത് ഈ ഉന്തുവണ്ടി മാത്രമുണ്ട്. അതായത് ഞങ്ങളുടെ 4 ആളുടെ ലഗേജും അതിനകത്ത് ഞങ്ങൾ പിന്നെ വെച്ച്, അപ്പോൾ അത്രയും വെയിറ്റ് ഉണ്ട്. 82 കിലോയുടെ അടുത്ത് ഈ ഉന്തുവണ്ടി മാത്രമുണ്ട്, അതിൻ്റെ വെയിറ്റ് ഉൾപ്പെടെ. അപ്പോൾ ഞങ്ങൾ ഏകദേശം ഒരു സ്റ്റെപ്പൊക്കെ കയറി വെക്കുന്ന സമയത്ത് ഈ നടുവിന് ചെറുതായിട്ടൊരു വേദന വന്നു. അപ്പോൾ ഞാൻ അന്ന് വൈകുന്നേരം കാര്യമാക്കിയില്ല. എന്നിട്ട് ഞങ്ങൾ പിറ്റേ ദിവസം അതുപോലെ അത് ഇറക്കും വേണം. അപ്പം അങ്ങനെ ഇറക്കി, അപ്പോഴും നടുവിന് ഒരു ചെറിയ വേദന വന്നു. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞടാ എന്തോ പണി പാളിയിട്ടുണ്ട്, നടുവിന് നല്ല വേദനയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് അടുത്തുള്ള ഹോസ്പിറ്റലിൽ കാണിക്കാം, നെക്സ്റ്റ് ഏതാ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ അവിടെ കാണിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ മുന്നോട്ട് പോകണം. അപ്പോൾ അതിൻ്റെ പിറ്റേ ദിവസം നമ്മൾ ജമ്മു കാശ്മീർ ബോർഡർ എത്തും, പഞ്ചാബിൻ്റെ ബോർഡർ ക്രോസ് ചെയ്ത് ജമ്മുവിലെത്തും. അപ്പോൾ ആ സമയത്ത് തന്നെ എൻ്റെ കണ്ണിന് ഭയങ്കര ഇഷ്യൂ ആയി, അതായത് മൊത്തം ചുവന്ന് ചെങ്കണ്ണ് വന്ന പോലെയൊക്കെയായി. അപ്പോൾ ഇതിൽ കിട്ടിയ 2 മുട്ടമണി എനിക്ക് തന്നെ കിട്ടി. അതായത് നടുവിന് നല്ല ഇഷ്യൂ വന്ന്, കണ്ണിന് ഭയങ്കര ഇഷ്യൂ വന്ന്. അങ്ങനെ നമ്മൾ ജമ്മു ബോർഡർ കെയർ ചെയ്തും ഒരു സ്റ്റേ കിട്ടി. അതായത് ഒരു ബ്രോ വന്നിട്ട് പറഞ്ഞ്, കാറിൽ വന്നിട്ട് പറഞ്ഞ് എൻ്റെ ഒരു സലൂൺ ഉണ്ട് ഇവിടെ മുകളിൽ ജിമ്മൊക്കെ ആയിട്ട്, നിങ്ങൾ അവിടെ സ്റ്റേ അടിച്ചോ, അവിടെ നിൽക്കാമെന്ന് പറഞ്ഞ്. അങ്ങനെ നമ്മൾ അവിടെ പോവാം. കത്തുവ എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ അതിനപ്പുറത്ത് തന്നെ ഒരു മെഡിക്കൽ കോളേജ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ പോയി. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇതേപോലെ കേരളത്തിൽ നിന്ന് നടന്നു വരികയാണ്, കാശ്മീർ കാണാൻ വേണ്ടി വരികയാണെന്ന് പറഞ്ഞു. അപ്പോൾ ആള് ഡോക്ടറാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് നിങ്ങൾ എന്തിനാ മക്കളെ ഇങ്ങോട്ട് വരുന്നത്, നിങ്ങളുടെ നാട്ടിൽ അടിപൊളിയല്ലേ, കേരളം അടിപൊളിയല്ലേ, ഗോഡ്സ് ഓൺ കൺട്രി അല്ലേ, അവിടെ ഇല്ലാത്തത് ഇവിടെ ഉണ്ടോ എന്നൊക്കെ ആളുടെ നാട്ടിനെ കുറിച്ച് ഇങ്ങനെ പറയാം. അപ്പോൾ ഞങ്ങൾ പറയില്ല നമ്മളെല്ലാം കാണണമല്ലോ എന്നിട്ട് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ എക്സ്റേ ഒക്കെ എടുത്ത് ആളിങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അദ്ദേഹം പറഞ്ഞ് ഒരു 10 ദിവസം പ്രോപ്പറായിട്ട് റെസ്റ്റ് വേണം, ഡിസ്കിൻ്റെ അവിടെ ഗ്യാപ്പായി എന്ന് പറഞ്ഞ്. ഞങ്ങൾ ആകെ വിഷമിച്ച്. അതായത് ഇത്ര ദിവസം വലിയൊരു ഇഷ്യൂ വന്നിട്ടില്ലെങ്കിലും ചെറിയ ചെറിയ ഇഷ്യൂ ഒക്കെ നമ്മൾ തരണം ചെയ്ത് അവിടെ എത്തി. ആദ്യമായിട്ട് പറഞ്ഞു 10 ദിവസം പ്രോപ്പറായിട്ടുള്ള റെസ്റ്റ് വേണം, ഇല്ലാണ്ട് നടക്കില്ല, അല്ലെങ്കിൽ പിന്നെ മുന്നോട്ട് പോകാൻ പറ്റില്ല, നിങ്ങൾ തിരിച്ചു പോകേണ്ടി വരും എന്ന് പറഞ്ഞ്. ഞങ്ങൾ എല്ലാവരും കേട്ടപ്പോൾ എല്ലാവർക്കും വിഷമമായി. അതായത് ഇത്ര ദിവസം വന്ന് നമ്മളിപ്പോൾ ഇനി ഡെസ്റ്റിനേഷനത്തെ കുറച്ച് കിലോമീറ്റർ കൂടെ ബാക്കിയുള്ളൂ, ഇത്രയും ദിവസം നമ്മൾ കഴിഞ്ഞ് അവിടെ എത്തുന്ന സമയത്ത് ഇങ്ങനൊരു മുട്ടം പണി കിട്ടി. അങ്ങനെ നമ്മൾ 10 ദിവസം അവിടെ പ്രോപ്പർ റെസ്റ്റ് എടുത്ത്. ഞാൻ പെട്ടുപോയി, ശരിക്കും 10 ദിവസം പെട്ട് നമ്മൾ. അങ്ങനെ പക്ഷെ ആ ബ്രോ കനവ് ബ്രോ എന്നാണ് ആളുടെ പേര്, കനവ്. അപ്പോൾ ആള് പറഞ്ഞ് 10 ദിവസം നിന്നോ, സുഖമായിട്ട് നിന്നോ, ഒരു കുഴപ്പമില്ല എന്നുള്ളത് പറഞ്ഞുകൊണ്ട് നമ്മളവിടെ രക്ഷപ്പെട്ട്. അങ്ങനെ നമ്മൾ കത്തുവെന്ന് ജമ്മു സെൻറ്റർ എത്തി. ജമ്മുവിൽ സെൻട്രലിൽ വലിയൊരു ഗുരുദ്വാര ഉണ്ട്. വലുതെന്ന് വെച്ചാൽ നമ്മൾ ഇത്ര നേരം കണ്ടതിൽ ഗോൾഡൻ ടെമ്പിൾ കഴിഞ്ഞ് ഏറ്റവും വലിയ ഗുരുദ്വാര ജമ്മുവിൽ കണ്ട ഒരു ഗുരുദ്വാരയാണ്. അപ്പോൾ ആള് പറഞ്ഞ് നിങ്ങളിവിടെ സ്റ്റേ അടിച്ചോ, നല്ലതാണ്, നിങ്ങൾ റെസ്റ്റ് എടുത്തിട്ട് പോയാൽ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ സ്റ്റേ എടുത്തോ, റെസ്റ്റ് ചെയ്തോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അവിടെ ബാഗൊക്കെ വെച്ചിട്ട് നമ്മളിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു മലയാളി ഉണ്ട്. അപ്പോൾ ആള് സൈക്കിള് വന്നിട്ട് തിരിച്ച് നാട്ടിൽ പോവുക. അപ്പോൾ ആള് പറഞ്ഞ് എടാ എന്നെ റെയിൽവേ സ്റ്റേഷൻ വരെ കൊണ്ടാക്ക്, സൈക്കിള് പാഴ്സലൊക്കെ ചെയ്യണം, അപ്പോൾ ഒന്ന് ഹെൽപ്പ് ചെയ്യാണ്ട് വരുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇവിടെ സേഫാണോ ചോദിച്ചു സാധനങ്ങളൊക്കെ. അപ്പോൾ ആള് പറഞ്ഞ് ആടാ സേഫാണ്, ഞാൻ അവിടെ വെച്ചിട്ട് പുറത്ത് പോയിട്ടുണ്ട്, അടിപൊളിയാണ്, ഇവിടെ പക്ക സേഫാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇത് സാധനങ്ങളൊക്കെ വെച്ചിട്ട് പുറത്ത് പോയിട്ട് അവിടെ റെയിൽവേ സ്റ്റേഷൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പാഴ്സലൊക്കെ കഴിഞ്ഞ് തിരിച്ച് വന്ന് നോക്കുമ്പോൾ നമ്മുടെ ഒരു ബാഗ് കാണാനില്ല. നമ്മളിത് ഇവരുടെ അടുത്ത് പറയാം, അതായത് ചേട്ടാ ഞങ്ങളുടെ ഒരു ബാഗ് ഇവിടെ നിന്ന് മിസ്സായി, ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ഉപയോഗിക്കേണ്ടത് കിറ്റ് കാര്യങ്ങളൊക്കെയാണ്, അതിനകത്ത് കുറേ ഞങ്ങളുടെ ഡ്രസ്സ്, പിന്നെ പേഴ്സ് ഉണ്ട്, കുറച്ച് പൈസ ഉണ്ട്. അപ്പോൾ അവിടുത്തെ ആ വ്യക്തി പറയുന്നത് ഇല്ല, ഇവിടെ വെച്ച് ഒരിക്കലും നിങ്ങളുടെ സാധനം മിസ്സാവില്ല, ഇത് അത്രയും സെക്യൂർഡ് ആയിട്ടുള്ള സ്ഥലമാണ്, മിസ്സാവില്ല എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ആളുടെ വാക്ക് കേട്ടിട്ട് മനസ്സിലായി നമുക്ക് ഇനി ഇത് കിട്ടൂല, നമ്മുടെ ബാഗ് കിട്ടൂല എന്നുള്ള രീതിയിൽ നമ്മൾ നിൽക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞു ഞങ്ങൾ ഒരു പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് പരാതി കൊടുക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ആൾ പറഞ്ഞു പരാതി എടുത്തോ, പക്ഷെ നിങ്ങൾക്ക് കിട്ടുമെന്ന് തോന്നിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഒരു ദിവസമൊക്കെ വിഷമിച്ചിരുന്ന് നമ്മൾ പറഞ്ഞ് എടാ നമുക്ക് എന്തായാലും നമുക്ക് മുന്നോട്ട് പോകണം, എന്തായാലും ഇത്ര ദിവസം ഇത്ര സമയമെടുത്ത് കിലോമീറ്റർ നടന്ന് വന്നിട്ട് ഇവിടെ നിന്ന് തിരിച്ചു പോകുന്നത് ഭയങ്കര മോശമാണെന്ന് പറഞ്ഞിട്ട്, അതായത് നമുക്ക് അത്ര ഹേർട്ടായി ആ ഒരു ബാഗ് മിസ്സായാൽ. അങ്ങനെ നമ്മൾ ഇനി അടുത്തത് ശ്രീനഗർ പോകണം. അങ്ങനെ നമ്മൾ ഈ വിഷമത്തിൽ ജമ്മുന്ന് ശ്രീനഗർ പിടിക്കുകയാണ്. അപ്പോൾ ശ്രീനഗർ പിടിക്കുന്ന സമയത്ത് നമുക്ക് ടണൽ കാര്യങ്ങളുണ്ട്. അപ്പോൾ അവർ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ടണലിലൂടെ നിങ്ങളെ നടക്കാൻ സമ്മതിക്കില്ല, വണ്ടിയിലേ പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളിത് പ്ലാൻ ചെയ്തിട്ട് കാലത്ത് ജമ്മുന്ന് ഇറങ്ങി അവിടെ നിന്ന് സ്റ്റേ അടിച്ച് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആദ്യത്തെ ടണലെത്തി.
അപ്പോൾ ആദ്യം നമുക്ക് ഉന്തുവണ്ടി ഉള്ള കാരണം, അതായത് അർബാനി ഉള്ള കാരണം നമുക്ക് വേറെ വണ്ടികൾ കൈകാണിക്കുമ്പോൾ നിൽക്കണില്ല. അതായത് ഈ ഇത്ര ലഗേജ് അതിൻ്റെ മുകളിൽ വെക്കണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് വല്ല പെട്ടി വണ്ടി ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ മിലിറ്ററി ഉദ്യോഗസ്ഥരുണ്ട്. അപ്പോൾ അവരോട് പെട്ടി വണ്ടി വല്ലതും കിട്ടുമോ നോക്കട്ടെ, നിങ്ങൾ അതിൽ കയറ്റി വിടാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പെട്ടി വണ്ടി വല്ലതും വരുന്നുണ്ടോ എന്നുള്ളത് കാലിയായിട്ടുള്ള പെട്ടി വണ്ടി നോക്കി നിൽക്കുക, പിക്കപ്പോ അങ്ങനെ എന്തേലും. അപ്പോൾ അങ്ങനെ നോക്കി കുറേ നേരം നോക്കിയിട്ട് പെട്ടി വണ്ടി ഒന്നും കിട്ടിയില്ല. ലാസ്റ്റ് ഒരു സുമോ വന്നു. അപ്പോൾ ആൾ പറഞ്ഞു ഇതിന് മേളിൽ വെച്ചോ, എന്നിട്ട് നിങ്ങൾ പൊക്കോ, ഒരു ടണൽ കഴിഞ്ഞാൽ വേറൊരു ടണലൂടെ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇറങ്ങാൻ പാടുള്ളൂ, അതിൻ്റെ ഇടയിൽ ഇറങ്ങണ്ടെന്ന് പറഞ്ഞു. കാരണം അടുത്ത വണ്ടി കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ വീണ്ടും പെടുന്നു പറഞ്ഞു. അങ്ങനെ നമ്മൾ ആ ടണൽ കഴിഞ്ഞ് രണ്ടാമത്തെ ടണൽ കഴിഞ്ഞ് ഇറങ്ങി. അപ്പോഴേക്കും സമയം ഏകദേശം രാത്രി ആവാറായി. അപ്പോൾ നമ്മൾ ശ്രീനഗറിൽ നിന്ന് IB എന്ന് പറയും, ഞങ്ങൾ IB എന്നാണ് അവരെ ഞങ്ങളെ വിളിക്കുക, അഫ്സൽ എന്ന പേര്. അപ്പോൾ IB വിളിച്ചിട്ടുണ്ടായിരുന്നു, എടാ ഇവിടെ ഒരു സ്റ്റേ ഉണ്ട്, നിങ്ങൾ ഇങ്ങോട്ട് വാ, നമുക്ക് റെഡിയാക്കാമെന്ന് പറഞ്ഞു. ലാസ്റ്റ് ഞങ്ങൾ അവിടെ നിന്ന് ടണൽ കഴിഞ്ഞ് വണ്ടിയിൽ നിന്ന് ഇറങ്ങി. ഒരു ലോങ് സ്ട്രെച്ച് ഒരു നടത്തായിരുന്നു. ഏകദേശം രാത്രി ഒരു 1:30-1:45 ആയപ്പോഴാണ് നമ്മൾ അവിടെ എത്തിയത്, ശ്രീനഗർ ദാൽ ലേക്കിൻ്റെ അവിടെ എത്തുന്നത്. അങ്ങനെ നമ്മൾ അവിടെ എത്തി. IBയുടെ അടുത്ത് പറഞ്ഞ് എടാ നമ്മൾ ഇങ്ങനെയാണ്, അവനെന്തോലെ കേരളത്തിൽ നിന്ന് നടന്നിറങ്ങിയതാണ്. അതായത് ഫസ്റ്റ് ഹിച്ച് ഹൈക്ക് ചെയ്ത് വന്ന് പിന്നെ ഒരു മഹാരാഷ്ട്രയൊക്കെ എത്തിയപ്പോൾ നടക്കുന്ന വേറൊരു ടീമിനെ കണ്ട് പിന്നെ അവരുടെ ഒപ്പം നടന്ന് പിന്നെ ജമ്മു കാശ്മീർ വരെ നടന്ന് അപ്പോൾ അവിടെ സ്റ്റേ അടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അവൻ പറഞ്ഞു എന്നാൽ ശരി നിങ്ങൾ ഇറങ്ങുമ്പോൾ ഞാനുണ്ട്, അതായത് IB ഉണ്ട് ഞങ്ങളുടെ ഒപ്പം എന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ, അപ്പോൾ 5 പേരെ ഞങ്ങൾ യാത്രയിൽ എന്നുള്ള രീതിയിൽ ഞങ്ങൾ IB ഞങ്ങളെ അവിടെ ചുറ്റി കാണിക്കുക, അതായത് ശ്രീനഗർ മൊത്തം ചുറ്റി കാണിക്കുക. അപ്പോൾ നോക്കുന്ന സമയത്ത് ഞങ്ങൾ ദൂരെ ആദ്യമായിട്ട് ജീവിതത്തിൽ മഞ്ഞ് കാണുന്നൊരവസ്ഥയുണ്ട്. അതായത് ഒരു മലയുടെ മേലെ കുറച്ചിങ്ങനെ പൊടി വെതറിയ പോലെ മഞ്ഞ്. ഞങ്ങൾക്കത് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു മൊമെൻ്റ് ആയിരുന്നു. അതായത് എടാ നമ്മൾ അവിടേക്കാണ് പോകാൻ പോകുന്നത്, മഞ്ഞ് നമുക്ക് അടുത്ത് കാണാം, മഞ്ഞ് കോരി കളിക്കാം എന്നൊക്കെ ഉള്ളൊരു ഞങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ നമ്മൾ ശ്രീനഗറിൽ ഒരു 2-3 ദിവസം നിന്ന്, അതായത് പ്രോപ്പർ റെസ്റ്റ് എടുത്ത് ശ്രീനഗറിൽ നിന്ന്. അപ്പോൾ അവിടുത്തെ ഓണർ പറഞ്ഞു, അതായത് ഹോം സ്റ്റേയുടെ ഓണർ പറഞ്ഞ് നിങ്ങൾ ഇനി ലേക്ക് പോകുമ്പോൾ ഭയങ്കര ഓൾട്ടിറ്റ്യൂഡൊക്കെ ഉള്ള കാരണം നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, അപ്പോൾ ഇന്ന് നാളെയും പ്രോപ്പർ റെസ്റ്റ് എടുത്തിട്ട് പോയാൽ മതി എന്നുള്ള രീതിയിൽ നമ്മൾ ശ്രീനഗറിൽ പ്രോപ്പർ റെസ്റ്റ് എടുത്ത്. അപ്പോൾ അതിന് ശേഷം നമ്മൾ ലക്ഷ്യമാക്കിയിട്ട് പോവുകയാണ്. അപ്പോൾ IB ആദ്യം നമ്മളിപ്പോൾ വരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ 5-6 ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം IB പറഞ്ഞു എടാ ഞാൻ ഒരു 2 ദിവസം കൂടി ഇവിടെ നിൽക്കണം, അതിന് ചെറിയ അത്യാവശ്യമുണ്ട്, നിങ്ങൾ 4 ആൾ പൊക്കോ, ഞാൻ ഇടയിൽ വെച്ച് ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ 4 ആളായിട്ട് ഇറങ്ങി. അപ്പോൾ ഇറങ്ങിയ ശേഷം പിന്നൊരു ശ്രീനഗർ കഴിഞ്ഞ പിന്നൊരു ക്ലൈമറ്റ് മൊത്തം ഒരു ചേഞ്ച് വന്ന്. അതായത് നമ്മൾ കാണുന്ന ഫുള്ള് മലകൾ, അതുമല്ല അതിൻ്റെ അറ്റത്ത് ചെറുതായിട്ട് മഞ്ഞ് ഇങ്ങനെ കാണുക. അപ്പോൾ നമുക്ക് ഓരോ കിലോമീറ്ററുകൾ ഇങ്ങനെ കഴിയുന്നതോറും മഞ്ഞ് ഇങ്ങനെ അടുത്തേക്ക് വരുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ നമ്മളിങ്ങനെ സോനമാർഗ് കയറിക്കൊണ്ടിരിക്കുക. അതായത് കാശ്മീരിലേക്ക് കൂടുതൽ ആൾക്കാരും വന്നു കഴിഞ്ഞാൽ പോകുന്ന ഒരു സ്ഥലമാണ് സോനമാർഗ്. അപ്പോൾ സോനമാർഗ് ഭയങ്കര ക്രൗഡഡ് ആയിട്ടുള്ളൊരു സ്ഥലമായി. ഞങ്ങൾ പോകുമ്പോൾ മൊത്തം കുതിര പുറത്ത് ഇങ്ങനെ ടൂറിസ്റ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നു, അതുപോലെ കുറേ വണ്ടികൾ കാര്യങ്ങൾ, അങ്ങനെ കുറച്ച് ക്രൗഡുള്ളൊരു സ്ഥലം. അങ്ങനെ നമ്മൾ സോനമാർഗ് കയറി മേളിൽ പോവാണ്. നമുക്ക് 0 പോയിന്റ് എന്ന് പറഞ്ഞ സ്ഥലത്തെത്തണം. അതാണ് കാശ്മീർ ലഡാക്കിൻ്റെ ബോർഡർ. അപ്പോൾ ഈ 0 പോയിന്റ് എത്തുന്നതിൻ്റെ മുന്നേ സോജില എന്ന് പറഞ്ഞൊരു ചുരമുണ്ട്, സോജില പാസ് എന്ന് പറയും. അപ്പോൾ ഇത് നമ്മുടെ അടുത്ത് ആദ്യം എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു, എടാ സോജില പാസ് ഭയങ്കര ബുദ്ധിമുട്ടാണ്, മഴയുണ്ടെങ്കിൽ നിങ്ങൾക്ക് കയറാൻ പറ്റില്ല, ഭയങ്കര സ്ലിപ്പറി ആയിട്ടുള്ള റോഡുകൾ കാര്യങ്ങളാണ്, ചെളിയാണ്, അതുപോലെ പെട്ടെന്ന് ബ്ലോക്ക് ആവാനുള്ള സാധ്യതയുണ്ട്, അതുപോലെ ചെറുത രീതിയിൽ മണ്ണ് ഇടിയാനുള്ള സാധ്യതയുണ്ട്, ടാസ്ക് റോഡാണെന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ 5 പേര് ഓൾറെഡി ഉണ്ടല്ലോ, അതായത് ഞാൻ, പ്രദീപ്, മുജിതബ, ശ്രീരാഗ്, പിന്നെ ശ്രീനാഥൻ, 5 പേരായി. അപ്പോൾ സോജില എത്തുന്നതിന് മുന്നേ IB നമ്മുടെ ഒപ്പം കൂടി. ഞങ്ങളങ്ങനെ 6 പേരായി യാത്ര. അങ്ങനെ നമ്മൾ സോജില പാസ് കയറിക്കൊണ്ടിരിക്കുക. സോജില പാസ് കയറുന്ന സമയത്ത് ഒരു ചെറിയ നാരോ ആയിട്ടുള്ള റോഡാണ്. അപ്പോൾ അവിടെ നിന്ന് വണ്ടികൾ വരുന്നുണ്ട്, ഇവിടെ നിന്നും പോകുന്നുണ്ട്. നമുക്ക് ഉന്തുവണ്ടി റോഡ് ഇങ്ങനെ ഗട്ടർ സെലക്ട് ചെയ്ത സ്ഥലത്ത് ഓടിക്കാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ചിലപ്പോൾ റോഡിൻ്റെ നടുക്കിലേക്ക് വരേണ്ടി വരും. അപ്പോൾ ബാക്കിൽ നിന്ന് വന്ന് വേറെ വണ്ടി ഹോൺ അടിക്കും, കാരണം അവർക്കും പോകണം. അപ്പോൾ ഇതിങ്ങനെ ഭയങ്കര ഇറിറ്റേഷനായിട്ടാണ് സോജില പാസ് കയറുന്നത്. അപ്പോൾ കയറിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇന്ന് കയറാൻ പറ്റുമോ എന്ന് അറിയുന്നില്ല, കാരണം മുകളിലേക്ക് നോക്കുന്ന സമയത്ത് വീണ്ടും മുകളിലേക്ക് ഇങ്ങനെ വഴി ഇങ്ങനെ S പോലെ ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കുക. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ചുകൂടെ ഫ്രണ്ടിൽ പോകുന്ന സമയത്ത് കല്ല് പൊട്ടിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ കുറേ നേരം ഒരു 3 മണിക്കൂർ നമ്മളവിടെ ബ്ലോക്കായി. നമ്മൾ മാത്രമല്ല എല്ലാ വണ്ടികളും അവിടെ ബ്ലോക്കായി. മേളിൽ നിന്ന് കല്ല് പൊട്ടിച്ച് താഴത്തേക്ക് ഇടുക, അവിടെ നിന്നെടുത്ത് വീണ്ടും താഴത്തേക്ക് ഇടുക. അപ്പോൾ ഇങ്ങനെ തട്ട് പോലെയാണ് റോഡിലായിരുന്നു താഴത്തേക്ക് ഇടുക. അപ്പോൾ നമ്മൾ അവിടെ ബ്ലോക്കായി. ലാസ്റ്റ് സോജില പാസ് കയറി മുകളിൽ എത്തുന്നതിന് മുന്നേ ഇരുട്ടായി. അപ്പോൾ ഇരുട്ടായപ്പോൾ അവിടെ ഒരു ചെറിയൊരു മന്ദിർ, ഒരു ക്ഷേത്രം. അപ്പോൾ നമ്മളവിടെ ആരില്ലാത്തക്കാരൻ നമ്മളവിടെ കയറി ടെൻ്റ് അടിച്ച് ഞാൻ അകത്ത് കയറി ടെൻ്റ് അടിച്ചിട്ട് അവിടെ ഉറങ്ങി. അൽബേനിയ, മാൽഡീവ്സ്, ജോർജിയ, എത്യോപ്യ. സഞ്ചാരം വോളിയം നമ്പർ 11.
ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 9995444222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. നമ്മൾ 0 പോയിന്റ് ഏറ്റവും ടോപ്പ് പോയിന്റിലേക്ക് പോവാണ്. അപ്പോൾ നമ്മൾ സോജില കയറി ടോപ്പ് എത്തി, 0 പോയിന്റ് എന്നുള്ള ടോപ്പ് എത്തി. അപ്പോൾ അവിടെയുള്ള ആൾക്കാരിനെ നമ്മൾ മനസ്സിൽ എന്താ ചിന്തിച്ചിരിക്കണമെന്ന് വെച്ചാൽ, അവിടെ കച്ചവടം ബേസ്ഡ് ആയിട്ടുള്ള സ്ഥലങ്ങളാണ്. അതായത് ചെറിയ ടെൻറ്റ് പോലത്തെ ഒരു സ്ഥലമാണ്, സംഭവങ്ങളുണ്ട്. അപ്പോൾ അതിൽ ചായക്കടകൾ, അതേപോലെ ഓംലെറ്റ് വിൽക്കുന്ന കടകൾ, പിന്നെ ബ്ലാങ്കറ്റ് വിൽക്കുന്ന കടകൾ, അപ്പോൾ ഇതൊക്കെയാണ് അവിടെ ഉള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, അവിടെയുള്ള എല്ലാവരും കച്ചവടം ബേസിൽ നമ്മളെ കാണാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇത്ര നേരം കിട്ടിയ ഒരു എന്താ പറയുക, ഒരു പരിഗണനയോ അല്ലെങ്കിൽ ഒരു ഇത് നമുക്ക് ഇനി കിട്ടണമെന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ 0 പോയിന്റ് എത്തുന്നത്. പക്ഷെ 0 പോയിന്റ് എത്തിയപ്പോൾ ഇത് ആകെ തലകീഴ് മറിഞ്ഞ്. അതായത് അവിടെ ഞങ്ങൾക്ക് ഭയങ്കര സപ്പോർട്ട്. ഒരു 10-30 ടെൻറ്റിൻ്റെ അടുത്തുണ്ട്, വലിയ കൊമേഴ്ഷ്യൽ ടെൻറ്റ് എന്ന് പറയും. അപ്പോൾ ഇത് 10-30 എണ്ണം ഉണ്ട്. ഇവരെല്ലാവരും അവിടെ നിന്ന് വന്നിട്ട് ഇന്ന് ഞങ്ങളോടൊപ്പം ഇന്ന് രാത്രി ഞങ്ങളോടൊപ്പം സ്റ്റേ ചെയ്യും, നിങ്ങൾക്ക് ചായ മേടിച്ചു തരാം, ബിസ്ക്കറ്റ് മേടിച്ചു തരാം, നിങ്ങളുടെ അനുഭവങ്ങൾ പറ, നിങ്ങൾ എത്ര ദിവസമേ വന്നിട്ട്. ഇവർ ഞങ്ങൾക്ക് ഭയങ്കര സപ്പോർട്ട്. ഞങ്ങളിത് കണ്ടിട്ട് അങ്ങനെ ഒരിക്കലും നമ്മൾ പ്രതീക്ഷിച്ചില്ല അവരുടെ ഭാഗത്ത് നിന്ന് ആ ഒരു സപ്പോർട്ട്. നമ്മളിങ്ങനെ നിൽക്കുക. ലാസ്റ്റ് അവർ നമ്മുടെ അടുത്ത് എൻ്റെ വീട് അവിടെ നിന്നാണ്, ഞാൻ പഞ്ചാബ് എന്നാണ്, ഞാൻ അതുപോലെ കമ്പിളി വെക്കാൻ വന്നാണെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും അവരുടെ കഥകളൊക്കെ നമ്മളോട് പറയുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങളവിടെ ടെൻ്റ് അടിക്കുക. അവരുടെ ഒരു സ്ഥലത്ത് നിന്ന് മാറ്റി കുറച്ചപ്പുറത്ത് ഒരു ചെറിയൊരു ചാലുണ്ട്, കുഞ്ഞൊരു ചാല് വെള്ളം ഒഴുകുന്നത്. അപ്പോൾ ചാല് കഴിഞ്ഞ് ഞങ്ങൾ അപ്പുറത്ത് ടെൻ്റ് അടിക്കുക എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ 3 ടെൻ്റ് അടിച്ച്. ഞങ്ങൾ 6 പേരുണ്ട്. അപ്പോൾ 6 പേര് 3 ടെൻ്റൊക്കെ അടിച്ച് നന്നായിട്ട് അവിടെ എൻജോയ് ചെയ്ത് ഞങ്ങളവിടെ നിന്ന്. അങ്ങനെ നമ്മളവിടെ കിടന്ന് പിറ്റേ ദിവസം കാലത്ത് എണിക്കുകയാണ്. അപ്പോൾ കാലത്ത് നമ്മുടെ പ്ലാൻ എന്താ വെച്ചാൽ, കാലത്ത് എണിക്കുക, നേരെ സോജില പാസ് കഴിഞ്ഞിട്ടുള്ള 0 പോയിന്റ് ആണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ 0 പോയിന്റിൽ നിന്ന് താഴേക്ക് പോവുക. ആ സംഭവം എന്ന് വെച്ചാൽ ഒരു 30 കിലോമീറ്റർ കഴിഞ്ഞാലാണ് നമുക്ക് അടുത്ത് ഗ്രാമം കിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയിൽ സ്റ്റേ അടിക്കാൻ പറ്റില്ല, കരടി വരുന്നു പറഞ്ഞ്. അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തു നേരത്തെ എണിച്ചിട്ട് നമുക്കത് ഇറങ്ങി അപ്പുറത്തെത്തിയിട്ട് ഗ്രാമം എത്തിയിട്ട് നമുക്ക് പക്കയായിട്ടിരിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ നമ്മൾ ഇറങ്ങാൻ നിൽക്കുന്ന സമയത്ത് ഒരു മഴക്കാർ വന്നു. അപ്പോൾ അവർ പറഞ്ഞു ഇന്ന് എന്തായാലും പോകണ്ട, ഇന്ന് നിങ്ങൾ ഇവിടെ ഇരിക്കുക, ഒരു മഴയ്ക്കുള്ള ലക്ഷണം ഉണ്ട്, നിങ്ങൾ അതിൻ്റെ ഇടയിൽ മഴയത്തോ അല്ലെങ്കിൽ സ്നോഫാൾ എന്തെങ്കിലും പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഓക്കെ, എന്നാൽ നമുക്ക് ഒരു ദിവസം കൂടെ നിൽക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഒരു ദിവസം കൂടെ 0 പോയിന്റിൽ നിൽക്കുകയാണ്. ഉച്ച കഴിഞ്ഞ് 3 മണിയായി. അപ്പോൾ 3 മണിയായപ്പോൾ മഴക്കാർ നന്നായിട്ട് കൂടിക്കൂടി വന്ന്. അപ്പോൾ ഒരു 3:30 ആയപ്പോൾ ചെറുതായിട്ട് സ്നോഫാൾ തുടങ്ങി, വളരെ ചെറുതായിട്ട്. അപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം. അതായത് നമ്മൾ പഞ്ചാബിൽ നിന്നൊക്കെ കയറി വരുന്ന സമയത്ത് ഞങ്ങൾ 4 ആളെ ജസ്റ്റ് സംസാരിക്കുമ്പോൾ പറയും, എടാ നമ്മൾ കാശ്മീരൊക്കെ കഴിഞ്ഞ് ലേക്ക് എത്തുമ്പോഴേക്ക് മുട്ടക്കൊന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ, മഞ്ഞൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെയാണ് ഞങ്ങൾ സംസാരിച്ചിട്ട് വരുന്നത് തന്നെ. പക്ഷേ ഈ മേളിലെത്തുമ്പോൾ ഞങ്ങൾക്ക് ചെറിയൊരു സ്നോഫാൾ കിട്ടി. ഞങ്ങളിത് ഭയങ്കരമായിട്ട് ആഘോഷിക്കുക. അതായത് ഒന്നാമത് ജീവിതത്തിൽ ആദ്യമായിട്ട് മഞ്ഞ് കണ്ട ഒരു എക്സൈറ്റ്മെൻറ്റ് 5-6 പേരുടെ മുഖത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിനിടയിൽ സ്നോഫാൾ കൂടിയായി. ഞങ്ങൾ ഇവിടെ കിടന്ന് ഒച്ചയുണ്ടാക്കി ബഹളം ഉണ്ടാക്കി ചാടി കളിച്ച് ഒരുത്തർ ഷർട്ടൊക്കെ അഴിച്ച് അതിൽ കൂടി ഇതൊക്കെ ഓടുന്നുണ്ടായിരുന്നു സന്തോഷം കാരണം. അപ്പോൾ അതൊക്കെ ഭയങ്കര ഒരു സന്തോഷമായിട്ട് പോയി. ഒരു അരമണിക്കൂർ കഴിഞ്ഞൊരു 4 മണി 4:15 ആയപ്പോഴേക്ക് സന്തോഷം കഴിഞ്ഞ്. അതായത് വിറയ്ക്കാൻ തുടങ്ങി തണുത്തിട്ട്. അപ്പോഴേ സ്നോഫാൾ ചെറുതായിട്ട് കൂടിക്കൂടി വന്നു. അപ്പോൾ അങ്ങനെ വിറയ്ക്കാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ മനസ്സിലായി, സ്നോഫാളിനൊരു ഭംഗി കഴിഞ്ഞ്, ആ സന്തോഷം കഴിഞ്ഞ്, ഇനി തണുപ്പായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ടെൻറ്റിനകത്ത് കയറി ടെൻ്റൊക്കെ അടച്ച്. നമ്മുടെ ചെറിയൊരു ക്യാനിസ്റ്റർ ഉണ്ടാവും, ചെറിയ കുക്കിംഗ് ഒക്കെ യൂസ് ചെയ്യാൻ, നമുക്ക് ചായയൊക്കെ വെക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന. അപ്പോൾ ടെൻറ്റ് ഫുള്ള് ലോക്ക് ചെയ്തിട്ട് അകത്ത് ജസ്റ്റ് ഒരു 10 സെക്കൻഡ് കത്തിച്ച് വെക്കും, ഉള്ളൊന്ന് ചൂടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ അതൊക്കെ അങ്ങനെ ചൂടാക്കി അങ്ങനെ ഇരിക്കുക. ഒരു അരമണിക്കൂർ അതിന് ശേഷം ഇരുന്നതിന് ശേഷം ടെൻറ്റ് തുറന്ന് പുറത്തേക്ക് വരുമ്പോൾ മൊത്തം വൈറ്റ് കളറായിരിക്കുക. അതായത് നമ്മൾ ടെൻറ്റിൻ്റെ അകത്ത് പോകുന്ന സമയത്ത് എല്ലാം പച്ചയായിരുന്നു, അവിടെ ഇവിടെയൊക്കെ ചെറിയ 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 മഞ്ഞ് തുള്ളികളേ ഉള്ളൂ. തിരിച്ച് ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ കഴിഞ്ഞ് തിരിച്ച് ടെൻറ്റിനകത്ത് പുറത്തിറങ്ങുമ്പോൾ മൊത്തം വെള്ള കളറായിരിക്കുക. ആദ്യം ഞങ്ങൾക്ക് ടെൻഷനാണ് അനുഭവിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് സന്തോഷത്തിനേക്കാളും ടെൻഷനായി. അതായത് ഇനി സ്നോഫാൾ നിൽക്കില്ലേ, നമുക്ക് ടെൻറ്റിനകത്ത് കിടക്കാൻ പറ്റുമോ, എന്തായാലും അവസ്ഥ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ട് ഞങ്ങൾക്ക് 6 പേർക്കും. അപ്പോൾ ഒരു ഐഡിയ പറഞ്ഞ് ഞാനും പ്രദീപും ശ്രീനാഭനും കൂടെ ടെൻറ്റിന് അവിടെ ഇരിക്കുക. അവർ ഐബിയും മുജുവും ശ്രീയും കൂടെ വെളിയിൽ പോയിട്ട് സ്റ്റേ നോക്കാമെന്ന് പറഞ്ഞ്. അത് നമ്മുടെ അടുത്ത് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്നോഫാൾ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ നിങ്ങൾ ഞങ്ങളുടെ ടെൻറ്റിൽ വന്നു, അതാണ് നിങ്ങൾക്ക് സേഫ്, നിങ്ങളുടെ ടെൻറ്റ് ചിലപ്പോൾ ഒടിഞ്ഞു പോകും, അത് ചെറിയ ഇതാണെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അവർ 3 പേരും അവർ തപ്പാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയി. അവർ പോയതിന് ശേഷം ഒരു മണിക്കൂറായി. അപ്പോൾ 1 മണിക്കൂർ ഞങ്ങൾ 3 പേരും കൂടി ടെൻറ്റിനകത്ത് ഇരിക്കുക. ടെൻറ്റിനകത്ത് ഇരുന്നിട്ട് ശ്രീനാഭൻ പറഞ്ഞു, എടാ അവരെ തപ്പിയിട്ട് കാണാനില്ല, ഞാനും കൂടെ പോകാമെന്ന് പറഞ്ഞ് ശ്രീനാഭനും ടെൻറ്റിന് വെളിയിൽ പോയി. അപ്പോൾ ഞാനും പ്രതിയും മാത്രം ടെൻറ്റിനകത്ത് ഈ ചെറിയ ക്യാനിസ്റ്ററും കത്തിച്ച് അതിൻ്റെ ഒരു ചൂടിൽ ഇങ്ങനെ ഗ്ലൗ ഒക്കെ ഇട്ട് ഇങ്ങനെ നിൽക്കുകയാണ്.
അപ്പം നിന്നിട്ട് ലാസ്റ്റ് ഞാനും പ്രദീപും കൂടെ പറഞ്ഞു, എടാ നടക്കൂല, അവന്മാരെന്തായാലും പോയില്ലേ, നമുക്കും കൂടെ പോവാം, ടെൻറ്റ് നമുക്ക് നോക്കാം, ഒഞ്ഞ് പൊട്ടിയാൽ പൊട്ടട്ടെ, കുഴപ്പമില്ല, നമുക്ക് പോവാന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ നമ്മൾ പോണ സമയത്ത് ശ്രീനാഥനെ നമ്മൾ കണ്ടുമുട്ടി. ബാക്കി ഐബീനെയും ശ്രീനിയും മുജുനെയും കണ്ടില്ല. അപ്പോൾ ശ്രീനാഥനോടെ തീയൊക്കെ കാഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോഴേക്കും ഇരുട്ടപ്പോൾ സ്നോ നന്നായിട്ട് കൂടി, മഞ്ഞ് വീണ് നന്നായിട്ട് കൂടി. നമ്മൾ നടക്കുമ്പോഴൊക്കെ അങ്ങനെ ഈ ഒരു ഇതിനകത്ത് കാല് ഇങ്ങനെ പൂന്താൻ തുടങ്ങി മഞ്ഞിൽ. അപ്പോൾ നമ്മൾ പെട്ട്, ഇന്ന് എന്തായാലും ഇവിടെ കിടക്കൽ നടക്കൂല, നമുക്ക് വേറെ എന്തെങ്കിലും വഴി കണ്ടുപിടിക്കണം എന്ന് പറയുമ്പോൾ ഒരാൾ പറഞ്ഞു, എൻ്റെ ടെൻറ്റിക്ക് കിടന്നോ, ബാക്കി 3 പേര് എവിടെ നിന്ന് ചോദിച്ചു. 6 പേരാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ 3 പേര് എവിടെ നിന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ കണ്ടില്ല, അവർ പോയിട്ടുണ്ട് സ്റ്റേ തപ്പിയിട്ട്, അടുത്തുള്ള ടെൻറ്റിൽ സ്റ്റേ തപ്പിയിട്ട് സേഫ് ആയിരിക്കും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ആളും പറഞ്ഞു, അവിടെ സേഫ് ആയിരിക്കും, ആരെങ്കിലുമൊക്കെ ടെൻറ്റിനകത്ത് കയറ്റിയിട്ടുണ്ട്, അതുകൊണ്ടായിരിക്കും കാണാത്തതെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 3 ആളും കൂടെ ആളുടെ അടുത്ത് പറഞ്ഞിട്ട് ആൾ ഓക്കെ ആയിട്ട് പുതപ്പ് എടുക്കാൻ വേണ്ടിയിട്ട്, അതായത് നമ്മുടെ കയ്യിൽ പുതപ്പും സ്ലീപ്പിംഗ് ബാഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇത് എടുക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ ടെൻറ്റിൽ നിന്ന് ആ ചെറിയൊരു ചാലുണ്ടെന്ന് പറഞ്ഞില്ല ആദ്യം, ഈ ചാല് ക്രോസ് ചെയ്ത് നമ്മുടെ ടെൻറ്റിൻ്റെ അടുത്ത് പോവാണ്. അപ്പോൾ ഈ പോണ സമയത്ത് നല്ല തണുപ്പുണ്ട്, അതുപോലെ നന്നായിട്ട് മഞ്ഞ് വീഴ്ചയുണ്ട്. അപ്പോൾ ഈ മഞ്ഞ് വീഴ്ചയിൽ നമ്മുടെ ടെൻറ്റൊക്കെ മഞ്ഞിലിങ്ങനെ മൂടി നിൽക്കുക. ലാസ്റ്റ് നമ്മൾ മഞ്ഞൊക്കെ കൈ വെച്ചിങ്ങനെ തട്ടിക്കൊണ്ടിരിക്കും. ഒരു ടെൻറ്റ് തട്ടിക്കളഞ്ഞ് വരുമ്പോഴേക്കും അടുത്ത ടെൻറ്റ് നിറയും. അപ്പോൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ഞങ്ങളൊരു 10-20 മിനിറ്റ് എല്ലാ 3 പേരും കൂടെ ടെൻറ്റൊക്കെ തട്ടി അതിനുള്ള സ്ലീപ്പിംഗ് ബാഗൊക്കെ എടുത്ത് തിരിച്ച് ചാലുകൾ ക്രോസ് ചെയ്ത് ഈ മെയിൻ ടെൻറ്റിൻ്റെ അടുത്തേക്ക് വരുന്ന സമയത്ത് ഞങ്ങൾക്ക് ഈ ടെൻറ്റ് ഏതെന്ന് അറിയുന്നില്ല. അതായത് എല്ലാ ടെൻറ്റും കാണാൻ ഒരേപോലെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഓരോ ടെൻറ്റിനകത്തും കയറി രാത്രി സമയത്ത് ഒരു ചെറിയ ഫ്ലാഷ് ലൈറ്റും കത്തിച്ച്, ചേട്ടാ ഞങ്ങൾക്ക് ഇവിടെ സ്റ്റേ തരുമോ, ചേട്ടാ ഞങ്ങൾക്കൊരു സ്റ്റേ തരുമോ എന്ന് ചോദിച്ച് പോവാണ്. അങ്ങനെ ഒരാൾ പറഞ്ഞു, ശരി ഒരാൾ ഇന്ന് ഇവിടെ കിടന്നോ, ബാക്കി നിങ്ങൾ രണ്ടാളും വേറൊരാൾ നോക്കുക, ചെറിയ ടെൻറ്റാ, ഒരാൾക്കുള്ള സ്പേസ് ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ എന്നെ അവിടെ ആക്കി, പ്രദീപും ശ്രീയും കൂടെ എന്നെ അവിടെ ആക്കി. ശ്രീനാഥൻ ഹിന്ദി നന്നായിട്ട് അറിയാം. അപ്പോൾ ഞങ്ങൾക്ക് കേട്ടാൽ മനസ്സിലാവുന്നേ ഉള്ളൂ, തിരിച്ച് പറയാൻ വലിയൊരു കാര്യമായിട്ട് അറിയില്ല. അപ്പോൾ ശ്രീനാഥൻ ഹിന്ദി അറിയുന്ന കാര്യം പറഞ്ഞു, എടാ ഞാൻ എങ്ങനെയെങ്കിലൊക്കെ ഹിന്ദി പറഞ്ഞ് ഓക്കെ ആക്കാം, നീ അവിടെ നിന്നോ പറഞ്ഞിട്ട് എന്നെ അവിടെ നിർത്തി. എന്നിട്ട് പ്രദീപും ശ്രീനാഥനും കൂടെ പോയിട്ടൊരു 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ ടെൻറ്റിലുണ്ടായിരുന്ന ആൾ പോയിട്ട് വന്നിട്ട് പറഞ്ഞു, നിൻ്റെ ഫ്രണ്ട്സ് 2 പേര് അപ്പുറത്തുണ്ട്, ആ ടെൻറ്റിലുണ്ട്, അവരങ്ങോട്ട് വിളിക്കുന്നുണ്ട്, നീ അങ്ങോട്ട് പോവാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ പോവാന്ന് പറഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഷൂ ഒക്കെ അഴിച്ച് നിൽക്കായിരുന്നു. വീണ്ടും നമ്മൾ ഷൂ ഒക്കെ ഇട്ട് ജസ്റ്റ് കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ കയറി നോക്കുമ്പോൾ ഇവന്മാർ അവിടെ ഉണ്ട്. അപ്പോൾ 2 പേരും കൂടി നല്ല കട്ടിക്ക് കമ്പിളിയൊക്കെ ഇട്ട് 3 കമ്പിളി ഉണ്ട് നല്ല കട്ടിയുള്ളത്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കിടക്കുക. അപ്പോൾ ഒരു മൺചട്ടി ഉണ്ട്, അതായത് മൺചട്ടി അതിൻ്റെ കങ്കടി എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ അതിനകത്ത് തീക്കനലൊക്കെ വെച്ചിട്ട് ചൂട് പിടിക്കാൻ വേണ്ടി ആളിങ്ങനെ കയ്യിൽ കൊടുത്തിരിക്കുക. അപ്പോൾ ഞാൻ പോകുമ്പോൾ 2 പേരും മൺചട്ടിയിലൊക്കെ കൈയൊക്കെ പിടിച്ച് കമ്പിളിനകത്തിരിക്കുന്നു. അപ്പോൾ ആൾ പറഞ്ഞു, നിങ്ങളുടെ സ്ലീപ്പിംഗ് ബാഗ് ഒന്നും എടുക്കണ്ട, കമ്പിളി അടിപൊളിയാണ്, കമ്പിളി എടുത്തോ, നല്ല ഹീറ്റ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഓക്കെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കിടക്കാൻ വേണ്ടി നിൽക്കാം. അപ്പോൾ രാത്രി ഏകദേശം ഒരു 9:30-10 മണിയാകാൻ പറയും. അപ്പോഴും സ്നോ പെയ്തുകൊണ്ടേയിരിക്കും, മഞ്ഞ് വീണുകൊണ്ടേയിരിക്കുക. ഏകദേശം ഒരു 3:30 ഉച്ച തിരിഞ്ഞ് 3:30 തുടങ്ങിയിട്ട് ഇപ്പോഴും നിന്നിട്ടില്ല. അപ്പോൾ ആൾ പറഞ്ഞു, നിങ്ങൾ കിടന്നോ, ആൾ ഇടയ്ക്കിടയ്ക്ക് എണിച്ചിട്ട് ടെൻറ്റ് ഇങ്ങനെ തട്ടി വിടാന്ന് പറഞ്ഞ്. അപ്പോൾ ആളെ ഓരോ 20 മിനിറ്റ് കൂടുമ്പോൾ അലാറം വെച്ചിട്ട് ഇങ്ങനെ എണിച്ച് തട്ടി വിടുക, ടെൻറ്റ് ഇങ്ങനെ ഒടിയാതിരിക്കാൻ വേണ്ടിയിട്ട് മഞ്ഞ് തട്ടിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ ആളുടെ ഒപ്പം എണിച്ച് മഞ്ഞ് തട്ടി അങ്ങനെ നിന്ന് അങ്ങനെ നേരം വെളുക്കാറെ ഒരു 4 മണിയാവാറപ്പോൾ മഞ്ഞ് വീഴ്ച നിന്ന്. അത് ഏകദേശം 12 മണിക്കൂറിനടുത്ത് മഞ്ഞ് വീഴ്ചയായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ പരസ്പരം സംസാരിക്കുക, ആ ടെമ്പറേച്ചർ എത്ര പോയിട്ടുണ്ടാവും, നന്നായിട്ട് താന്നിട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ സംസാരിക്കുക. അപ്പോൾ ആൾ പിറ്റേ ദിവസം കാലത്ത് പറഞ്ഞ് -17 പോയി ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു. ഞങ്ങൾ ആ ചെറിയ ടെൻറ്റിനകത്ത് കിടന്നായിരുന്നെങ്കിൽ ഞങ്ങൾ എന്താ തീരുമാനമാവെന്ന് അറിയില്ലായിരുന്നു. അത്രയും സെറ്റായാണ് ഇന്നലെ. ഇങ്ങനൊരു ടെൻറ്റ് കിട്ടിയത് കാരണം ഞങ്ങൾ രക്ഷപ്പെട്ട്. എന്നിട്ട് അങ്ങനെ ഞങ്ങൾ ഏകദേശം ആ സ്നോഫാൾ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും കിടന്നുറങ്ങി. പിറ്റേ ദിവസം കാലത്ത് എണീക്കുമ്പോൾ വേറൊരു ലോകമാണ്. അതായത് നമ്മൾ വന്ന സമയത്ത് പച്ചപ്പുല്ല്, കറുത്ത മല, ഈ ഒരു സംഭവമായിരുന്നെങ്കിൽ പിറ്റേ ദിവസം കാലത്ത് അതായത് ഒരു ഉറക്കം കഴിഞ്ഞ് പിറ്റേ ദിവസം എണീക്കുമ്പോഴേക്കും മൊത്തം വെള്ള, എങ്ങോട്ട് നോക്കിയാലും വെള്ള. ആകാശവും നല്ല വെള്ള കളറ്, താഴെയും നല്ല വെള്ള കളറ്, മൊത്തം വെള്ള. നമ്മുടെ ടെൻറ്റൊക്കെ നോക്കിയപ്പോൾ ഒരു ടെൻറ്റ് ഒടിഞ്ഞ് വേറെ 2 ടെൻറ്റ് ഒടിയാറായിട്ട് ഇങ്ങനെ നിൽക്കാം. പക്ഷെ നമ്മൾ അവിടെ നിന്ന് ടെൻറ്റൊക്കെ തട്ടി പാക്ക് ചെയ്ത് 0 പോയിന്റിൽ നിന്ന് പോവുക. അതായത് നേരം വെളുത്ത് നമ്മൾ 0 പോയിന്റിൽ നിന്ന് ഓടുക. ഒരു സ്നോഫാളോടെ നമുക്ക് മടുത്ത്, സ്നോഫാളിൻ്റെ ഒരു അരമണിക്കൂറോടെ നമുക്ക് മടുത്ത്. ഈ ഒരു 12-12.5 മണിക്കൂർ നിരന്നൊരു സ്നോഫാൾ റെസ്റ്റിലാണ്. അപ്പോൾ നമുക്ക് ആ സ്നോ എന്നുള്ള കാര്യം വെറുത്തുപോയി ആ ഒരു ദിവസം. അങ്ങനെ നമ്മൾ കാലത്ത് തന്നെ 0 പോയിന്റ് എല്ലാവരുടെ യാത്ര, അതായത് അവിടെയുള്ള എല്ലാ ടെൻറ്റിലും ആൾക്കാർ നമുക്ക് വേണ്ടി റോട്ടിലിങ്ങനെ വന്ന് നിൽക്കുക, എടാ ശരി ബൈ ഗുഡ് ബൈ എന്നൊക്കെ പറഞ്ഞാൽ അവർ നമുക്ക് എന്തെങ്കിലും വേണോ, ബിസ്ക്കറ്റ് എന്തെങ്കിലും വേണോ, കഴിക്കാൻ ഫുഡ് ഉണ്ടെന്ന് നമുക്ക് ചോദിച്ച് നിൽക്കുക. അപ്പോൾ നമ്മളെല്ലാവരോടും ബൈ പറഞ്ഞ് ജമ്മു കാശ്മീർ ബോർഡർ ക്രോസ് ചെയ്ത്, അതായത് 0 പോയിന്റിൽ നിന്നൊരു 50 മീറ്റർ പോയി കഴിഞ്ഞാൽ ലേ ബോർഡർ ഉണ്ട്. ബോർഡറിൻ്റെ ഒരു ബോർഡർ ഉണ്ട്, വെൽക്കംസ് യു ടു ലേ എന്ന് പറഞ്ഞിട്ട്. അപ്പം അങ്ങനെ നമ്മൾ ലേ എന്നുള്ള സ്ഥലത്തേക്ക് കയറുകയാണ്.